ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് തറവാട്ടിലെ ഓണാണ് കേട്ടോ. അതെ, രണ്ട് ദിവസം സദ്യയായിരുന്നു. അപ്പൊ ഇന്ന് ബിരിയാണിമൊക്കെയാണ് തിരിയുന്നത്. ഫ്ലാറ്റില് സദ്യ ഇരുന്നു. ഇന്നലെ അനിയന്റെ വീട്ടിൽ പോയി, അവിടെയും സദ്യ ഇരുന്നു. അപ്പൊ ഇന്നിവിടെ ആർക്കും സദ്യ വേണ്ടെന്നാണ് അഭിപ്രായം. ആ അഭിപ്രായം മാനിച്ച് ഞങ്ങൾ ഇന്നിവിടെ ബിരിയാണി ആക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ പരിപാടികളിലാണ്, അതിന്റെ തിരക്കിലാണ്. അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാം, ഞങ്ങളെ രീതിയിൽ ഉണ്ടാക്കുന്നത്. അതെ, അരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ബിരിയാണിക്ക് ചേച്ചി അതാ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കണു. ഇനി വേഗം ചോറ് അടുപ്പത്തിടാൻ നോക്കാം. നമ്മൾ ഊറ്റല്ല, എന്താ പറയാ, ഊറ്റല്ലേ? ഊറ്റല്ലല്ലോ, വറ്റിച്ചെടുക്കണം. മീൻ വറ്റിക്കാണ്. മീൻ വറ്റിക്കല്ല, നെയ്ച്ചോറ്. ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കിയിട്ട് അങ്ങനെ വലിയ എക്സ്പേർട്ടുകളൊന്നും അല്ല കേട്ടോ. അതെ, ഞങ്ങൾക്ക് അങ്ങനെ അത്ര വലിയ ശീലമില്ല. ഞങ്ങൾ തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഞങ്ങൾ ഇവിടെ വെക്കണ പോലെ വെക്കാണ്. വലിയ എക്സ്പേർട്ടുകളൊന്നുമില്ല ഞങ്ങൾക്ക്. അങ്ങനെ ബിരിയാണി അങ്ങനെ ഒരുപാട് വെച്ചിട്ടുള്ള ശീലമൊന്നും ഇല്ല. ആദ്യം നമുക്ക് ലക്ഷം നെയ്യിട്ട് കൊടുക്കാം. സജിതയുടെ ധൈര്യത്തിനാണ് ഞാൻ അതിനെ ഇറങ്ങി തിരിച്ചതന്നെ. അതെ, ഓൾക്കാണ് പിന്നെയും വെച്ചിട്ട് ശീലം. അങ്ങനെ ശീലമൊന്നുമില്ല, വെച്ചിട്ടുണ്ട് വീട്ടില്. നമ്മള് പാകത്തിനൊക്കെ വെക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് വെച്ചിട്ടുള്ള ശീലമില്ല, അത്രേ ഉള്ളൂ. ഓള് പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ വെക്കലുണ്ട്. അതെ, ഞങ്ങളിവിടെ അങ്ങനെ വെക്കാറേ ഇല്ല. അതേപോലെ എന്തെങ്കിലും വിശേഷം ഉണ്ടാവുമ്പോ സജിത നമുക്ക് വെച്ച് തരും. ഇത് ഡാൽഡയാണ് കേട്ടോ, നമ്മള് സഹായിച്ചു കൊടുക്കും. ഇവിടെ 10 ഗ്രാമ്പും ഇതിലുള്ള ഏലക്ക നോക്ക്, ആകെ 3 ഏലക്ക. ബാക്കി ഏലക്ക ഇവിടെ ഞാൻ കടക്കാരൻ എനിക്ക് അതിലെ കേസ് കൊടുക്കും. ചിക്കൻ നന്നാക്കണ ഒരാളിവിടെ വന്നിരിക്കുന്നുണ്ടോ നിങ്ങള്? ആയതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ പാട്ടും കുത്തൊക്കെ കേൾക്കണ്ടല്ലോ. അത് പോയി പാൻ കൊടുക്കാനൊക്കെ ആയോ? ഏലക്ക ഇട്ടു കേട്ടോ. ഏലക്ക അതൊന്നും പോരാ. സച്ചോ കൂടെ ഇട്ടോ. പാത്രത്തിലാക്കി വെക്കണം. ഇത് എന്തായാലും സൂറാത്തൊക്കെ കാണാം. സൂറാത്ത് അറിയാം എന്ത് ബിരിയാണിക്കല്ല അവള് വീട്ടിൽ. അതിലോ 4 ഏലക്കന്നുള്ളമ്മ. അത് സാരില്ല, ഏലക്കായ മാത്രം ഉണ്ടായില്ല. പട്ട ഇത് വലിയ വലിയ കഷ്ണങ്ങളാണ് അവര് ഉണ്ടാക്കി കൊടുത്തത്. അതായത് അവിടെ നമ്മള് ചെറിയ ചെറിയ കഷ്ണാക്കിട്ടാ വെക്കല്. എന്താ വെച്ചാ എന്നാലേ മക്കൾക്കൊക്കെ എല്ലാവർക്കും തികയണ്ടേ. വലിയ വലിയ കഷ്ണാകുമ്പോഴേ. പക്ഷെ നമുക്കത് നടക്കൂല, ഇത് കിട്ടൂല. ചില്ലിക്കും പറ്റൂല. ഇതാ അമ്മ ഒരു ചട്ടകം തന്നെ, ഒരു ചട്ടകം അരി തന്നല്ലേ. ഒരാള് കണ്ടോ ചിക്കൻ നേരാക്കണ ഒരാളത് അവിടെ വന്നിരിക്കുന്നു. ചിക്കൻ വേണ്ടേ പോവാ. തെറ്റി പോകല്ലേ ഇവിടെ വന്ന് തിന്നേ. നമ്മള് 3 കിലോന്റെ ബിരിയാണി ആട്ടോ നമ്മള് വെക്കണത്. അതിനുള്ള അരിയാണ്. അതിനത് 4 കിലോ ചിക്കൻ അല്ലേ? 4 കിലോനാണ് ചിക്കൻ. 4 കിലോനാണ് ചിക്കൻ എടുത്തത്. അത് റെഡിയാക്കി ആർക്കാ ലോട്ടറി അടിച്ചോ? എന്താണ് പിന്നെ എല്ലാവർക്കും വേണ്ടേ? 2 കിലോ ചിക്കൻ വാങ്ങിയ എത്ര ആള് കഴിക്കും? അപ്പൊ കിട്ടൂല. അത് ശരിയാക്കിക്കളോ.
അതെങ്ങനെയാ സംഭവം? അതെങ്ങനെ? ഞാനിപ്പോ അതിനെ നോക്കിയത്. ഓട്ടപാത്രം ഉണ്ട് മുകളിലുണ്ട്. അതെ, സത്യം പറഞ്ഞാല് ഇങ്ങോട്ട് ഇരിക്കുന്ന കുറവാണ്. ഇങ്ങോട്ട പൊന്തിയിട്ടാ നിക്കണ കേട്ടോ. ഒരു തുണിയും കൂടി കാട്ടിക്ക്. ഈ കുഞ്ഞു തുണി കൊണ്ട് നടക്കൂല. എന്താട്ടോ ക്യാരറ്റ് ഇടുന്നുണ്ട്, കുറച്ച് മല്ലിച്ചപ്പ്. പുക ഉണ്ടാവും, അടുപ്പാകുമ്പോ പുക ഉണ്ടാവും. ഉപ്പ്, ഒരാളുപ്പ്. നെയ്ച്ചോറിന്റെ അനിയനാണ് ബിരിയാണി. നെയ്ച്ചോറിന്റെ ഏട്ടനാടാ ബിരിയാണി. ഞാൻ മസില് പിടിച്ചിട്ടല്ലേ വെക്കണം. ഉപ്പിട്ടുട്ടാ നോക്ക്. ഒക്കെ ചാടാണല്ലോ. മസാലയിലിടും. നമുക്കിതിന്റെ ഇനി ഇതിൽ മസാല വരട്ടിക്കണം അല്ലേ ചിക്കനില്? അതെ, ഞാൻ അത് കഴിക്കാം. അത് കഴിക്കാം. നാരങ്ങ ചോരയുടെ അല്ല, നാരങ്ങ പിഴിഞ്ഞിട്ടില്ല. നാരങ്ങ പിയ്യേ ആരോ സർബത്തുണ്ടാക്കാൻ പഠിച്ചു. ഇതെന്തിനാന്ന് വെച്ചാല് ചോറൊക്കെ വെറുതെനായിട്ട് കിട്ടും, ഒട്ടാണ്ടിരിക്കാൻ. അതിനെ സുറുക്ക് പിടിക്കാണ്ട കിട്ടാൻ. അല്ല, എന്റെ അറിവിൽ അതാണ് കേട്ടോ. ഇതിന്റെ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. നമുക്കുള്ള അറിവ് അതാണ്. എന്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സ്പെഷ്യലിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ തെറ്റും കുറവൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് കൂടെ പറയും, എന്നാലേ അറിയുള്ളൂ. അതെ, നമുക്ക് സാധാ കൃഷി കുടുംബ പോയി കൃഷി വലിയ പോയി. അതാ, അയ്യോ അല്ലേ, എന്താ കിഡ്നിക്ക് എന്താ പറഞ്ഞ? കിഡ്നിക്ക് നല്ലതാണ് ഇത്. കിഡ്നിക്ക് നല്ലതാണ്. അപ്പൊ ഇതോ ഇതിരിക്കാൻ നോക്കിയോ? ഞാണ്ട് കിടക്കണില്ലേ? അതിന്റെ ഉണ്ണിയേ രസാണ്. അമ്മക്ക് തൊട്ടതൊക്കെ അപകടമാണ്. എന്ത് തൊട്ടാലും കണ്ടകശനിയാണ്. കണ്ടകശനി കൊണ്ടേ പോവുള്ളൂ. കണ്ടകശനി കൊണ്ടേ പോവുള്ളൂ. എഴുതാനല്ലേ അറിയുള്ളൂ, വായിക്കാനറിയില്ലല്ലോ. എഴുതാനല്ലേ അറിയുള്ളൂ, വായിക്കറിയില്ല. ഒട്ട പരിപാടി അവതരിപ്പിച്ചാൽ അവസ്ഥ ഇപ്പതാണല്ലോ കൃഷ്ണ. അല്ലെങ്കിൽ കള്ളനല്ലേനോ? അയ്യോ, പറവുകാരൻ എന്നെ കള്ളാന്ന് വിളിക്കും. കഥ പറയാ, പറവുകാരൻ എന്നെ കള്ളാന്ന് വിളിക്കും. അതല്ല, മറ്റേക്ക അതിട്ടേക്ക് നേരെ പഞ്ചാബ് ഹൗസിൽ അറിയില്ലേ? അതിന്റെ ഡയലോഗാണ്. അതെ, ചേച്ചി പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞ സിനിമയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ അത് കേൾക്കുമ്പോ അപ്പ ചെറിയ വരും. അത് അപ്പ ചേച്ചിയുടെ ഓർമ്മ വരും. അകത്ത് നിർത്തണ്ട, പുറത്ത് നിർത്തണ്ട, അവനാ ബാധിക്കലോ. ഈശ്വര, നിങ്ങളൊക്കെ സിനിമ അതേപോലെ അതിലും അറിയില്ലേ? ഞങ്ങൾ ഇന്നലെ സിനിമയ്ക്കൊക്കെ പോയി. ഞങ്ങൾ ഇന്നലെ ലോക സിനിമ കാണാൻ പോയിട്ടു. അടിപൊളി അടിപൊളി എല്ലാരും പോയി അടിപൊളി പടം, നല്ല രസമുണ്ട്. നാല് 5 ഭാഗം ഉണ്ട് കേട്ടോ.
ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ നല്ല പടമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വിചാരിക്കാത്ത നായകന്മാരൊക്കെ വരും. കുട്ടികൾക്കും അല്ലേ, കുട്ടികൾക്കൊക്കെ രാവിലെ പറഞ്ഞു ലഡി കുട്ടികളൊക്കെ കൂട്ടിയിട്ടേ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ നല്ലൊരു പടം. അതെ, നല്ല പടാണ്, അടിപൊളി പടം. കണ്ടതാണ് അത്. നമ്മളാ പ്രേമലും ആവേശം, മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഒപ്പാണ് ഏകദേശം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഒരു നല്ലൊരു പടം ഇപ്പൊ ഇതാണല്ലേ. അതിന്റെ ഇടയിൽ പിന്നെ പടക്കളം പടക്കളം കുഴപ്പമില്ല. പ്രിൻസ് കണ്ടു. പിന്നെ എമ്പുരാൻ എനിക്ക് ഇഷ്ടമായില്ല. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളല്ലേ. നമുക്ക് ഇഷ്ടമായില്ല. ഈ സച്ചു കുറച്ചങ്ങോട്ട് നീങ്ങിയിരുന്നോ, ആ പുക മൊത്തം വരും. അങ്ങോട്ട് നീങ്ങിയിരുന്നടാ കുറച്ച് ബാക്കിക്കേ, എന്നാ പിന്നെ പുകയിൽ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ. കണ്ടോ ആ ഇതില് ക്യാമറ. ചാത്തനെന്നൊക്കെ പറഞ്ഞ കഥാപാത്രം ഉണ്ട് സത്യം പറഞ്ഞ. ചാത്തനും പ്രേതം അതിന് ഇതുണ്ടല്ലോ. നമ്മളുടെ അവിടെ ആ ഒരു അമ്പലം ഉണ്ടല്ലോ, ചാത്താരും മൂത്താരും എന്നാണ് വെറുതെ മൂത്താരേക്കാളും പവറാണ് ചാത്തനെ എന്നുള്ളത്. അറിയില്ലേ, മാടനും മറുതേ യക്ഷിയും ഉണ്ട്. അതിലങ്ങനെ പറയുന്നൊക്കെ നമുക്ക് ഭയങ്കര ഇതാവൂലേ. എന്താ അറിയോ, ഇക്ക സിനിമ കണ്ടപ്പോ തോന്നി അങ്ങനൊക്കെ ഉണ്ട്. അതന്നെ അതിലങ്ങനെ പണിക്കര് കേട്ടോ. ഇത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വലിയ ജീരകം ഒക്കെ ആയിട്ട് അരച്ചതാണ്. ടെറസിന്റെ മേലെ ഗപ്പി വളർത്തി തുടങ്ങിയാലോ? നല്ലൊരു പരിപാടിയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. എന്റെ അടുത്ത് പണ്ടുണ്ടായിരുന്നല്ലോ 10,000-2000 ഇതിലേക്ക് മുളകും പൊടി, കാശ്മീരി മുളക് പൊടി. പണ്ടത്തെ മായി പേടിക്കണ്ട, മഴ ചെയ്താലും പോകുന്നില്ല. പിന്നെ അമ്മായിയല്ലേ എന്റെ ഇപ്പം ഗപ്പിനെ പിടിക്കാണ്ടായിരുന്നു ടെറസിന്റെ മേലെ കൂടി? മുളകും പൊടി അമ്മായി ഉണ്ടായിരുന്നേ. മഞ്ഞപ്പൊടി ആട്ടത്, മഞ്ഞപ്പൊടി, ഇപ്പ് അതല്ലേ ചിലവരാണ് ഇപ്പെന്നാ പറയാ. കിണറിന് കേറ് ഇടുമ്പോ ഒരു ഓളത്തിന് അങ്ങനെ ഇടുകയാണ്. നല്ല ഓളാണ്. ചാടരുത് കേട്ടോ. ആ വലുതിക്ക് ഇട്ടിട്ട് ആക്കിയാൽ നന്നായിട്ട് മിക്സ് ചെയ്യും. ചിക്കൻ പൊരിച്ചിട്ടുണ്ടാക്കണ തൈര് വെക്കും. തൈര് ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ നമ്മള് ബിരിയാണി ഉണ്ടാക്കണത്. മറ്റേത് പുഴുങ്ങണത് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ്. മസാല നല്ല തൈര് ലേശം ഇതെന്താ ഇങ്ങോട്ട് കത്താത്ത കൃഷ്ണ? അവിടേക്ക് മാത്രം കത്തുന്നു. കുറച്ചും കൂടെ ബാക്കിക്കും ഇത് കുറച്ചും കൂടെ ബാക്കി അങ്ങോട്ടാണ് കൂടുതൽ തൈര് എന്തിനാ? കുറച്ച് തൈര് കേട്ടോ. കുറച്ച് മതിയല്ലോ. ഇനി എന്താ അറിയോ, ഇനി ഒന്നാണ്ട് ആ വറ്റിയാ മതി. ആ വറ്റണേന് അല്ലാണ്ട് വേവ് ഏറിയാലും പ്രശ്നമാണ്, വേവാഞ്ഞാലും പ്രശ്നമാണ്. ഇത് നമ്മളെ സൂറത്താത്തൊക്കെയാണ് ഇപ്പൊ ഒന്ന് അതെ അതൊക്കെയാണ് ഇപ്പൊ പ്രശ്നം. അതെ ബിരിയാണി ആവണെങ്കില് അപ്പൊ എന്താ ഇതൊക്കെ തന്നെ പ്രശ്നം. കൂടി കഴിഞ്ഞിട്ട് ഒന്നും ആയിട്ടുണ്ടാവില്ല, കാരണം ഞാനൊക്കെ ആക്കി വെച്ചിട്ടേ പണിയെടുക്കുക. അതെ അപ്പോക്കിനെ അവിടെ പിടിച്ചു നിർത്തോണ്ട് ഉള്ളി അരിയാന് ഇത് പിന്നെ എരിവുണ്ടാവൂല, പേടിക്കേണ്ട. ഇത് എരിവുണ്ടാവൂല, പേടിക്കേണ്ട. ചോറ് ഏകദേശം ആയിട്ടോ. പെട്ടെന്നാവും സംഭവം. വേറെ കോമഡികൾ ഇടുന്ന പോലെയല്ലോ. ഒരു ചെങ്ങായി ഞാൻ പറഞ്ഞേട്ടാ, അതൊക്കെ കുഴപ്പമില്ലമ്മ, അത് നോർമൽ. ഇതൊക്കെ കയ്യെടുക്കട്ടെ. ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. മേലെ നന്നായിട്ട് മസാല കുറച്ച് നേരം പിടിക്കട്ടെ, എന്നിട്ട് നമുക്കത് എന്നിട്ട് നമുക്ക് പൊരിക്കണം.
ചോറ് ഏകദേശം റെഡിയായി. വെള്ളം വയ്ക്കണം. ചോറങ്ങടെ ഇറക്കിയിട്ട് ചിക്കൻ വെക്കാം. കുട്ടികളെ എവിടെ നിന്ന് നോക്കിയാ ലാസ്റ്റ് ട്രിപ്പാണ്. 4 ട്രിപ്പ് 5 ട്രിപ്പായിട്ട്. അതെ, ഇതാ നമ്മൾ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് കുട്ടികൾക്ക് കഴിക്കാവുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കണ. നല്ല പുക വരുന്നുണ്ടല്ലേ മുഖത്തേക്ക്. ആ പോണ പൂച്ചാളതിൻ്റെ ഇടയിൽ. ഇത് സലാഡിനുള്ള ഇത് ക്യാരറ്റും ഉള്ളിയും കൂടി. അത് ഇവിടെ പരിപാടി. ചോറ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ദമ്മിടാനുണ്ടോ? ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിടെ. ഞാൻ അതിന്റെ മുകളിൽ ഇടാനുള്ള ഉള്ളിയാണല്ലോ അത്. ഉള്ളിയൊക്കെ വറുത്തു. അണ്ടിപ്പരിപ്പ്, ഉള്ളി, മുന്തിരി ഒക്കെ ഉണ്ട്. ഒരു ട്രിപ്പ് കൂടി പൊരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതും കൂടി പൊരിക്കേണ്ട നമുക്ക്. അതൊന്ന് പൊരിച്ചാൽ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ദമ്മിടുക. കുട്ടികളൊക്കെ ഇപ്പൊ തന്നെ വസിച്ചിട്ട് അല്ലാതെ ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് കൂടുതലൊരു വിശപ്പാ. ഇനിയിപ്പോ എങ്ങനെ കഴിച്ചാലും വേണ്ടില്ല, അവർക്ക് അങ്ങനെ സ്വഭാവം പറഞ്ഞില്ല. എല്ലാ മക്കളും അങ്ങനെ തന്നെയാവും. ക്ഷമ ഉണ്ടാവില്ല. അവർ പൊരിക്കണ കണ്ടാ തീരെ അല്ല, അവർക്ക് ചിക്കൻ പൊരിച്ചാലോ. അതിനിപ്പോ എന്നും തിന്നാലും അവർക്ക് അത് ആവശ്യം. ഡെയിലി നമ്മള് കൊടുക്കൂലല്ലോ. പുതിയാവുമ്പോ പറയുമ്പോ ഉണ്ടാക്കി കൊടുക്കുന്നല്ലോ. ദിവസം കാര്യം കൊണ്ട് ചിക്കൻ പൊരിച്ച് കൊടുക്കാൻ കഴിയും. അല്ലാണ്ട് പുതിയാവുമ്പോ പറയും ഉണ്ടാക്കി കൊടുക്കും. പടിഞ്ഞവിടെ ഇരുന്നൂലേ. അല്ലാണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റൂലേ. പാലക്കല്ലെങ്കിൽ കുഴപ്പമില്ല, പാലക്കയും ഇരിക്കുക. ഇത് നമ്മളെ ഇപ്പത്തിന് ഉണ്ടാക്കിയ ഒരു അടുപ്പല്ലേ. ഇത് പൊതുവെ നമ്മൾക്ക് ഉപയോഗിക്കുന്ന അടുപ്പല്ലല്ലോ. അതിനായിട്ട് ഇപ്പൊ നമ്മള് വെക്കുന്നതല്ലേ. അതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അടുപ്പുണ്ട് ഉള്ളില്. പക്ഷെ എന്താ പറയാ, അത് വാഗപ്പാട് കിടങ്ങാറ്. ഇതാകുമ്പോ ഒരു രസമല്ലേ. ഇങ്ങനെ ഉണ്ടായിട്ട് ഉള്ളില് മുട്ടി തിരിയാൻ സ്ഥലമില്ല. അതേ അവസ്ഥയാണ്. ഫ്ലാറ്റ് തന്നെ കണ്ടില്ല. എന്നിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ പോയി താഴത്തൊക്കെ പോയി അടുപ്പ് ഉണ്ടാക്കിയിട്ടാണ്. കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. ഇങ്ങനെ അതിന്റെ ഉള്ളില് വെളിച്ചമില്ല. നമ്മള് വീഡിയോ എടുക്കുമ്പോഴേ തന്നെ ഉണ്ടാവില്ല അതിന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്നാ പുറത്തുനിന്ന് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ തട്ടിക്കൂട്ട് ഉണ്ടാക്കിയൊരടുപ്പാണ്. നമുക്ക് ഇരിക്കാൻ പാലകൊന്നുമില്ല. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ പാലകൊക്കെ ഉണ്ടായിരുന്നു. കൈമലൊക്കെ ഇരുന്നിട്ടെല്ലാം ഉണ്ടാക്കുക. അടുപ്പിന്റെ അടുത്തൊക്കെ വെറൈറ്റി ഒരു ബിരിയാണിയാണ്. കണ്ടിട്ടുണ്ടാവില്ല ബിരിയാണി. തട്ടിക്കൂട്ട് ബിരിയാണി. അതെ, അറിയില്ലേ. 1-2 ഇപ്പൊ ഫ്ലാറ്റ് പോയതിന്റെ ശേഷമാണ് താത്താരുടെ അടുത്താണ് ഇതൊക്കെ പഠിച്ചിട്ടത്. അല്ലാണ്ട് ഇതൊന്നും വെച്ച ശീലമില്ല. അവിടെ മെയിൻ കുക്കാണ് റസീൻ താത്തി, സൂറാത്തൊക്കെ. അപ്പൊ അവരുടെ നിന്നൊക്കെ പഠിച്ചെടുക്കുന്നതാണ് ഓരോന്ന്. അവർക്ക് സദ്യ ഉണ്ടാക്കാനും വല്ലാണ്ട് അറിയില്ലല്ലോ മുസ്ലിങ്ങൾക്ക്. അതെ, സദ്യ കുറച്ച് ബാക്കിക്കാണ്. അത് പൊതുവെ എല്ലാരും അങ്ങനെ തന്നെ. അവരുടെ നമ്മൾ എങ്ങനെ ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കിയാലും അവരുടെ ടേസ്റ്റ് കിട്ടും. അവർക്ക് അതിലാണ് ഇത്. അവരെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അവരെ കൊണ്ട് സദ്യ നടക്കും. ഒന്നുകൂടെ ആയിക്കോട്ടെ. മറിച്ചിട്ട് മറിച്ചിട്ട് ഇപ്പൊ മറിച്ചിട്ടതാ. ഒന്നുകൂടെ തിളച്ചിട്ട് അവര് പറയുമല്ലോ സദ്യങ്ങള് അതുപോലെ ബിരിയാണി നെയ്ച്ചോറും അവരുണ്ടാക്കുന്ന പെട്ടെന്ന് അവരൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യും. നമുക്ക് ഈ സദ്യ അത് അധികം പോകില്ല. പക്ഷെ അവർക്ക് സദ്യം കൂടുതൽ ഇഷ്ടം. അവർക്ക് ഈ നോൺ വെജിറ്റേറിയൻ സാമ്പാർ എന്നൊക്കെ പറയുന്നത് അതൊന്നും അവരങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ. അവരുണ്ടാക്കൂലല്ലോ. അവര് ഈ നെയ്ച്ചോറ് ബിരിയാണിയാണ് അവരെപ്പോഴും ഉണ്ടാക്കണതല്ലേ. നമ്മള് നേരെ തിരിച്ചാണ്. ഈ സദ്യ ഞങ്ങൾ തീരെ ഉണ്ടാക്കിയിരുന്നില്ല. ഇപ്പൊ ഫ്ലാറ്റിൽ വന്നതിന്റെ ശേഷമാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണ കണ്ടിട്ട് ഞാൻ അങ്ങനെ കുക്കറിലൊക്കെ ഉണ്ടാക്കി നോക്കി. ഞങ്ങൾക്ക് മാത്രം. പക്ഷെ പിന്നെ വീട്ടിൽ പോയിട്ട് വെക്കും. അതാകുമ്പോ പിന്നെ എന്താ അറിയോ, പുറത്തേക്ക് ആർക്കും കൊടുക്കാറൊന്നുമില്ലല്ലോ. എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് അവര് സഹിക്കുമല്ലോ. എന്ത് കുഴപ്പമുണ്ടെങ്കിലും. അപ്പൊ അങ്ങനെ ആയിട്ടാണ് ഇപ്പൊ ഒരു ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങണത്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് പഠിക്കാം. സൂറാത്ത് എന്നും പറയും അത്. ഇനി മരക്കളൊക്കെ വരുമ്പോ ഉണ്ടാക്കി കൊടുക്കണ്ടേ, പഠിച്ചോന്ന് പറയും. പഠിച്ചോളൂ. കണക്ക് പിന്നെ സൂറാത്താന്റെയും താത്താന്റെ ഒക്കെ. അയ്യോ അതെ. അല്ല, നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് പഠിക്കുമ്പോ നമുക്ക് ഈ പറഞ്ഞു തരുമ്പോ ചിലപ്പോ നമുക്ക് അറിയില്ലേ. കണ്ടിരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോ നമുക്ക് വേഗം പഠിക്കും.
പിന്നെ നമ്മൾ ഉണ്ടാക്കും തോറും തന്നെയാണ് പഠിക്കുക. എനിക്ക് പൊതുവെ അങ്ങനെ കുക്കിങ്ങിലൊന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കുക്കിങ്ങില്. എനിക്ക് ഈ അടിച്ചു തോരുക, തുടക്കുക, മാറൽ ഒതുക്കി പെറുക്കി വെക്കുക, മുറ്റ അടിച്ചോരുക, അങ്ങനത്തെ കണക്കി അപ്പൊ തിന്നൊന്നും വേണ്ട, ഇത് മാത്രം അടിച്ചോരി നടന്നാൽ മതി. തിന്നുണ്ടാന്നല്ല, പക്ഷെ എന്നാലും ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ചിലർക്ക്. അടുക്കളയിൽ നിൽക്കുക പറഞ്ഞാല് ഇപ്പൊ സൂറാത്തൊക്കെ സാധനങ്ങൾ ഉണ്ടായാൽ മതി, വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ റിസൾട്ട്. പക്ഷെ അതെ എന്റെ ഇപ്പൊ ചേച്ചി അതേവളും വെക്കും. പക്ഷെ എനിക്ക് എന്താണാവോ, എനിക്ക് നമ്മള് ഇങ്ങനെ ആസ്വദിച്ചുണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഇതില്ല, ഒരു ക്രൈസ് ആയിട്ടൊന്നും ഇല്ല. ഉണ്ടാക്കണം എന്നുകൊണ്ട് ഉണ്ടാക്കി കഴിക്കണോ, അല്ലാണ്ട് ഒരു എല്ലാവർക്കും ഉണ്ടാവില്ല കുക്കിങ്ങിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. ചിലവർക്ക് അങ്ങനത്തെ പണികളാവും ഇഷ്ടം, ചിലവർക്ക് പാത്രം കഴുകുന്ന ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് തിരുമ്പണത് ഇഷ്ടം ഉണ്ടാവില്ല. എനിക്ക് പാത്രം കഴുകണത് തിരുമ്പണതൊക്കെ ഇഷ്ടമാണ്. ചാടൂലല്ലോ, അത് ആയിട്ടില്ലേ? നോക്കി നോക്കൊന്നും കൂടി എനിക്ക് അയക്കണോ ഇനിയിപ്പോ ഇതിലും ആവാത്ത പോലെ തോന്നുന്നു. അതെങ്ങനെ നിക്കൊണ്ട് തോന്നണേ, നിക്കോണ്ടല്ലേ. ആയിക്കോട്ടെ, ഒന്നുകൂടി ആവാത്തോടെ തോന്നുന്നു. ഒന്നുകൂടി തളച്ചോട്ടെ. ഇങ്ങനെ കത്തിയിട്ടും ആയിട്ടില്ല. അതന്നെയാണേ ഇങ്ങനെ കത്തണെന്ന് നല്ല ആൾക്ക് ചൂടുണ്ട്. എന്താണ് വെളുത്തുള്ളി ഇഞ്ചി അത് ചതച്ചിട്ടുണ്ട്. നീ ഇതാ നീ പച്ചമുളക് തന്നെ അതിലേക്കുള്ള മസാല ആണല്ലേ, ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കണം കേട്ടോ. ചള്ളാസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ തൈരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണു. തൈരൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നല്ലോണം പാടണം. എണ്ണ ഒഴിച്ചോ, എണ്ണല്ല, നല്ല പാടട്ടെ. മസാലയിലേക്ക് നമ്മള് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇത്തിരി ഗരം മസാല, പിന്നെ ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട്, തക്കാളി, പച്ചമുളക് അതൊക്കെ പറഞ്ഞല്ലേ. ഇനിയിപ്പോ എന്താ, ഇനി തൈര് ഒഴിക്കാണ്ട്. വിരുന്നുകാര് വന്ന് പ്രതീക്ഷിച്ച ആൾക്കാരെല്ലാം വന്ന, അല്ലാത്ത ആൾക്കാരെ വന്ന്. ഇവിടെ ബിരിയാണി വെച്ചപ്പോ അവിടെ മണം കിട്ടി. ചിങ്ങ ഇവിടെ ബിരിയാണി വെച്ചപ്പോ അവിടെ മണം കിട്ടി. കോട്ടയ്ക്കെന്നാ വരുന്നിട്ടോ, ഇവിടുത്തെ മണം അവിടെ കിട്ടിക്കണോ. വിരുന്നാര് വന്നിക്കണു. അതാണ് കമന്റ് വരണ്ടേ. എന്താ ഇത്ര ഇതിന് മാത്രം കോമഡി ഒക്കെ കേൾക്കാൻ. ചേച്ചി കുട്ടി വിചാരിക്കുന്നുണ്ട് ആ കാര്യത്തിലേക്ക് എത്തി. ബിരിയാണി ഉണ്ടാക്കിയ ഇനി എന്താവും അറിയില്ല. മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഞങ്ങള് തീരുമാനം. ഉണ്ണി വളർന്നു. അങ്ങനെ വിളിക്കാൻ പാടില്ല ടപ്പൂസ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഞങ്ങള് ഫ്ലാറ്റ് തങ്കം കണ്ടില്ല നിങ്ങള്? ഉത്രാടത്തിന്റെ തലേദിവസം തുടങ്ങിക്കണ അടുപ്പാട്ടില്. അടുപ്പൂട്ട് അത് ഫ്ലാറ്റിന്റെ താഴത്തൊക്കെ നമ്മളെല്ലാരും താഴത്തില്ലേ
നമ്മളെ താഴത്ത് അവിടെ മഴയൊന്നും കൊള്ളൂലല്ലോ, അവിടെ നടുവിലാണ് അടുപ്പിട്ട് എന്നിട്ട് അയിമ പുളിയിഞ്ചി ഉണ്ടാക്കി തലേ ദിവസം അതിനിപ്പോ ആർക്ക് കാണിച്ചു കൊടുക്കണ്ടേ അവിടെ. ഞങ്ങള് ഇവിടെ ഉള്ളതൊക്കെ ഞങ്ങൾക്ക് ഫോൺ വിളിക്കും കൂടി വേണ്ട, അത് ഇതൊന്നും ഓണാക്കി അവിടെ കിട്ടും. ഡ്രസ് എടുത്ത് വന്ന എല്ലാരും വന്ന് കാണുന്നതാണേ. ഇപ്രാവശ്യം ആരും വരുമ്പോ കാണാനൊക്കെ ഡ്രസ്സിന്റെ ഓ അണ്ടൊന്നും ഞങ്ങൾക്ക് കാണണ്ട, അതൊക്കെ ഞങ്ങൾ ആദ്യം കണ്ടു. അപ്പൊ ഇതിന്റെ ഓർമ്മല്ല കേട്ടോ. പക്ഷെ വന്നാലും എല്ലാരും വണ്ടി വരും പൊതുവെ വരുമ്പോഴേ പറയും ഞങ്ങളൊക്കെ കണ്ടു, ഞാൻ കണ്ടോ ലക്ഷത്തൊക്കെ ഞാൻ കണ്ടോ ഒക്കെ കണ്ടോ. അത് ഇതിമിരിക്കുന്നില്ലേ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. അത് ഞങ്ങള് ചോർജപ്പിന് കാട്ടിയിട്ടുണ്ടാക്കിയാണ്. അപ്പൊ അത് കറക്റ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ പ്ലാനിങ് മാറിയപ്പോ പ്ലാൻ ബി ആയി. ഞങ്ങൾ ഇന്നലെ പടത്തിന് പോയിട്ടോ, മറ്റേ കണ്ടങ്ങളെ നല്ല പട കാണാൻ രസം. അതിലാ പെണ്ണ് പ്രിയദർശന്റെ മകളുണ്ടല്ലോ, വന്നേ വന്നേ വന്നല്ലോ മതി. ഇനി എന്തായാലും വെള്ളമാവും ചിലപ്പോ. നിങ്ങൾ വെറുതെ കാണുന്നുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യും, അത് കാണുങ്ങൾ. ആ ചേച്ചി ഷേവ് ചെയ്യോ? ഈ ഒരു വീഡിയോ എന്താണ് വീഡിയോ എടുക്കേണ്ട പാര മൂട്ടിൽ തെളിഞ്ഞതാ. ഈ വീഡിയോ എടുക്കേണ്ടത് പാര ഞങ്ങൾ എല്ലാരും കൂടെ തലയിൽ ബുദ്ധിയാണ് പെട്ടെന്ന് ഫുള്ള് വീഡിയോ ആണല്ലോ. എന്തായാലും പുറത്ത് പോയി പണിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇതെങ്കിൽ ഇത് നമസ്കാരം. പുറത്ത് പോട്ടെ. ആ അടുത്ത ആൾക്കാര് വന്ന്, അടുത്ത ആള് വന്നു, അടുത്ത ആള് വന്നു. അതിന്റെ ഉമ്മയാണ് കിട്ടിയത്. പിന്നെ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് അമ്മയ്ക്ക് കിട്ടണം കേട്ടോ. ഇടൂ ചിക്കൻ ഇടൂ, ചിക്കൻ ഇടൂ. അന്റെ പോലെ തന്നെ ആയിരുന്നില്ലേ താടി മീസൊക്കെ ഉണ്ടായിരുന്നു, താടി മീസൊക്കെ ഉണ്ടായിരുന്നില്ലേ, അടിപൊളി അടുപ്പ് പോയോ ചിക്കനൊക്കെ ഇളക്കൂ. കോഴിക്കറിക്ക് ആദ്യം കൊടുക്കണം. അത് നോക്കിട്ടോ, അതാ വാട്സാപ്പിൽ നമ്പർ. ഞാൻ പറഞ്ഞു ദാരിദ്ര്യക്കാരുടെ ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം. അതുകൊണ്ട് വണ്ടി കൂടെ ഉണ്ട്, പൈസ വേണ്ട. ഇങ്ങോട്ട് പൈസ ഉണ്ടോ? മാമനാണ് കേട്ടോ. യെസ്, ഓക്കെ ഓക്കെ. എപ്പോഴും കമന്റ് ചെയ്യും, എന്തും ചെയ്യും, ലൈക്ക് ചെയ്യും, എന്തും ചെയ്യും, എന്തും ചെയ്യും. അമ്മേന്റെ എത്രാമത്തെ ആങ്ങളെ അമ്മ? എന്തും ചെയ്യും. എത്രാമത്തെ ആങ്ങളെ? ആ 4-ാമത്തെ. 14-ാമത്തെ ആങ്ങള. ആ മണി താട്ടെന്നാ ഞങ്ങള് വിളിക്കുക. ശരിക്കുള്ള പേര് ചന്ദ്രൻ എന്നാണ്. നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടി. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി മാമന്റെ പാട്ടുണ്ട്. ഓക്കെ, പാട്ട് ഇപ്പൊ റെഡിയാക്കി തരാം. പാട്ടൊക്കെ റെഡി. പാട്ട് 2 പാട്ട് ഞാൻ റെഡിയാക്കി തരാം. ആ മാമന്റെ പാട്ടൊക്കെ ഉണ്ട്. എല്ലാരും കാണണം, എല്ലാരും പ്രോത്സാഹിപ്പിക്കണം. പിന്നെ സമയമാണ് പോയി കൊടുക്കുക. അത് ഒരു ബിരിയാണി ഉണ്ടാക്കും ഒരു ദിവസേ. ല്ലേ അപ്പൊ പിന്നെ ഒരു ദിവസമൊക്കെ ആവും. അമ്മ ഇതൊക്കെ ഉള്ളിലേക്ക് പോയിക്കോട്ടെ. ഇത് വേണ്ട തൈര് മതി, ഇറക്കി ചടാൻ പടി പിടിക്കും. കുട്ടികൾക്ക് ക്ഷമ കെട്ടു. നമ്മള് കടായിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. കേടായ ചിക്കൻ നമുക്ക് പ്രിപ്പയർ കഴിക്കാം. ആ കേടായ ചിക്കൻ എനിക്ക് തരും. ബിരിയാണിന്നൊക്കെ പോയപ്പോ കടായി ചിക്കനായി മാറിയിരിക്കുന്നു. പറയണേ ദമ്മിടണം കേട്ടോ. ദമ്മിടണം.
ദമ്മെന്നൊന്നും പറയാനില്ല കേട്ടോ, നമ്മളൊരു വഴിപാടിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വിശന്നിട്ട് ഒരു വൈക്ക് അയക്കണം. അപ്പൊ അതിൻ്റെതായ തരം ഇത് അടച്ചിട്ട് മൈദ ഇട്ടിട്ട് കണ്ണിലിടുണ്ടോ? അതാണ് ദമ്മേ. അതെ ഏതായാലും കുട്ടികൾക്ക് ഇതാണ് ചിക്കൻ. ഒരു സൗകര്യം തന്നില്ല. പറക്കുന്തളിക്ക് പുതിയ പിള്ളേനെ മാറ്റണേ അതേപോലെ ഇത് ഓരോ കയ്യിൽ ഓരോ വൈക്കാ വരുന്നേ. നെയ്യിട്ട് പീസ് മാത്രം തിന്നാൻ കുത്തിക്കണ്ട കേട്ടോ. അനക്ക് വേറെ ഒരു സ്വഭാവം ഉണ്ട്, വെറും പീസ് മാത്രം തിന്നാം. നല്ല ആരോഗ്യമാണോ? സജിനിയ എങ്ങനെയുണ്ട് ബിരിയാണി? ഞങ്ങൾ വെച്ചോണ്ട് പറയല്ല, അടിപൊളിയാണ്. ഇതെന്താ കഴിക്കാത്ത? ആദ്യം കഴിക്കല് പറ, അഭിപ്രായം പറ. ഞാൻ ടേസ്റ്റ് നോക്കിയതാണ്, അതുകൊണ്ടാ പറഞ്ഞത്. എങ്ങനെ ഉണ്ടെന്നു അങ്ങോട്ട് തിരിയണ്ട, അങ്ങോട്ട് ഈ ക്യാമറ ബാക്ക് പോവില്ല. അടിപൊളി. ആ രാമു, അടിപൊളി വെച്ചോ. ബിരിയാണി സത്യസന്ധമായ മറുപടി പറയാം.